ഹലോ നമസ്കാരം. ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഉടനെ തന്നെ സംഭവിക്കുന്ന എപ്പിസോഡാണ്. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അലീന ഹരിയിൽ നിന്നും രോഹിത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് കത്രിക കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിരിക്കണം. സ്വന്തം വയറ്റിലേക്ക് കത്രിക കുത്തിയിറക്കിയേക്കണം. അങ്ങനെ അത് കണ്ടിട്ട് രോഹിത്തും ഹരിയും ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അലീന ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന്. പക്ഷേ ഇത് കണ്ടപ്പോൾ രോഹിത്തും ഹരിയും പെട്ടെന്ന് തന്നെ ഭയന്നു പോവുകയാണ്. അങ്ങനെ അലീന ബോധം കെട്ട് അവിടെ വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് മനുവിനെ വിളിച്ച് രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ചേച്ചി രോഹിത്തിൻ്റെ റൂമിലേക്ക് ലൈം ജ്യൂസുമായിട്ട് പോയതാണെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണല്ലോ രോഹിത്ത് കോളേജിലേക്ക് പോയത് എന്ന് പറയണം മനു. അല്ല, അതിന് ശേഷം രോഹിത്ത് കോളേജിൽ നിന്ന് തിരിച്ചു വന്നു, ക്ലാസ് ഇല്ലയെന്ന് തോന്നുന്നു എന്ന് പറയാണ് രേവതിക്കുട്ടി. എനിക്ക് പേടിയാകുന്നു, മുൻപ് തന്നെ ഒരു സംഭവം ഉണ്ടായതാണ് എന്ന് പറയാണ് അലീന കേട്ടോ. അലീനയല്ല, രേവതിക്കുട്ടി. ചേച്ചിക്ക് മുൻപ് രോഹിത്തിൽ നിന്നൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതാണ് എന്ന് പറയണം. അതെന്താ എന്ന് ചോദിക്കുകയാണ് മനു കേട്ടോ. മനു ആ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രോഹിത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് മനു അറിഞ്ഞിട്ടില്ല കേട്ടോ. ആ കാര്യമൊന്നും മനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഇങ്ങനെയൊക്കെ രോഹിത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാട്ടോ. അത് കേട്ടപ്പോൾ മനുവിന് ആകെ ടെൻഷനാവുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയാഞ്ഞിട്ട് മനു വേഗം മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ മുത്തശ്ശി ഉറക്കത്തിലായിരുന്നല്ലോ. മുത്തശ്ശി ഉണരുകയാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട്. പക്ഷേ മുത്തശ്ശിയുടെ കൈ എത്തുന്ന ദൂരത്തിലായിരുന്നില്ല ഫോൺ. അത് കാരണം മുത്തശ്ശിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. മുത്തശ്ശി കിടപ്പല്ല, എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മുത്തശ്ശിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മോളെ അലീനെ, കുഞ്ഞെ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് മുത്തശ്ശി. പക്ഷെ അലീന വരുന്നില്ല. അത് കണ്ടിട്ട് മുത്തശ്ശിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. ഈ കൊച്ചി ഇത് എവിടെ പോയി കിടക്കുകയാണാവോ, ആരാണാവോ വിളിക്കുന്നത് എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷനാവുകയാണ്. മനു തന്നെ ആയിരിക്കും, മനു അല്ലാതെ വേറെ ആര് വിളിക്കാനാ എന്ന് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് കാരണം മനു പെട്ടെന്ന് തന്നെ കടപ്പാട്ടൂരിലേക്ക് പോകുക കേട്ടോ. അതേസമയം ഇതിപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇവളാണെങ്കിൽ ഇവിടെ ബ്ലഡ് വാർന്ന് ഇങ്ങനെ കിടക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച് ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക എന്നോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന രോഹിത്തും ഹരിയും. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആരറിഞ്ഞു, ഇവളിപ്പോൾ സ്വന്തം കത്രിക എടുത്ത് സ്വന്തം വയറ്റിലേക്ക് കുത്തുമെന്ന് ആരറിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് ഹരി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ഇവളെ ഇവിടെ ഇട്ടിട്ട് പോകാനും വയ്യ, ഇവിടുന്ന് രക്ഷപ്പെടാതിരിക്കാനും വയ്യ, എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതേസമയം ഹരി പെട്ടെന്ന് തന്നെ കടപ്പാട്ടൂരിൽ വീട്ടിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണല്ലോ. മുത്തശ്ശി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മനു നീയാണോ വിളിച്ചത്, നീ എന്താ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ പോയില്ലായിരുന്നോ എന്ന് ചോദിക്കണം. ഞാൻ പോയായിരുന്നു മുത്തശ്ശി, ഞാൻ പിന്നെ വന്നതാണ്. അലീന എന്തേ മുത്തശ്ശി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ആ കൊച്ച് എവിടെ പോയി കിടക്കാനാവോ, ഞാൻ കുറേ വിളിച്ചു, ആരാണ്ടോ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനാ മുത്തശ്ശി വിളിച്ചത്, മുത്തശ്ശി എന്താ ഫോൺ എടുക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ കിടപ്പല്ലേ, ഫോൺ അപ്പുറത്താണ് ഇരിക്കുന്നത്, എനിക്ക് എഴുന്നേറ്റ് പോയി എടുക്കാൻ പറ്റുമോ, അവളെ കാണാനില്ല എന്ന് പറയണം മുത്തശ്ശി കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. മുത്തശ്ശി ഇവിടെ രോഹിത്ത് വന്നോന്ന് ചോദിക്കുകയാണ്. രോഹിത്ത് വന്നോന്ന് എനിക്കറിയില്ല മോനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശി, രോഹിത്ത് വന്നോന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാനൊന്ന് മയങ്ങിപ്പോയായിരുന്നു എന്ന് പറയണം. ഞാൻ ദേ വരാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മനു പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോവാണ്. അപ്പോൾ ആ സമയത്ത് ഡോറിങ്ങനെ മുട്ട് കേട്ടോ. മനു ഡോറ് മുട്ടുമ്പോൾ ഇവരാകെ ഭയന്ന് പോവാണ്, ആരാ വന്നതെന്ന് അറിയാഞ്ഞിട്ട്. അങ്ങനെ പെട്ടെന്ന് രോഹിത്ത് ഡോറ് തുറക്കുകയാണ്. എന്താണെങ്കിലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഡോറ് തുറക്കുകയാണ്. അപ്പോൾ മനു അകത്തേക്ക് കയറണം. എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഹരിയെ കണ്ടിട്ട് ദേഷ്യപ്പെടുകയാണ്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന അവിടെ ഇങ്ങനെ, അലീന എന്തെങ്കിലും ചോദിക്കുമ്പോൾ അലീന എന്ന് പറഞ്ഞിങ്ങനെ തിരിയുമ്പോൾ അലീന അവിടെ ഇങ്ങനെ ബ്ലഡ് വാർന്ന് കിടക്കുന്നത് കാണാണ്. ആ സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് മനുവിന്. നിങ്ങൾ എന്താണ് ഇവളെ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും തല്ലുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അലീനയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അലീനയെ വിളിച്ചിട്ടൊന്നും അലീന ഉണരുന്നില്ല. രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്, ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അലീനയെ എടുത്തുകൊണ്ട് മനു താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ സൗണ്ടൊക്കെ കേട്ടിട്ട് മുത്തശ്ശി, എടാ മോനെ മനു എന്താടാന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ വരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, അലീനൊന്നും ഇവിടെ മയങ്ങി വീണ് കിടക്കുകയായിരുന്നു എന്ന് പറയണം. മുത്തശ്ശിക്ക് ആകെ ടെൻഷനാവുന്നു, എന്താണ് ആ കൊച്ചിന് പറ്റിയത് എന്നൊക്കെ ഓർത്ത് ടെൻഷനാവുകയാണ്. മനു പെട്ടെന്ന് തന്നെ അലീനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയാണ് അലീനയെ. ബാലചന്ദ്രനെ വിളിച്ച് മനു കാര്യങ്ങളൊക്കെ പറയും. ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് എന്ത് പറ്റിയതാ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല എന്ന് പറയണം. അറിയാതെ എങ്ങാനും കൊണ്ടതാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
മനു പറയാണ്. അപ്പോൾ ആരാ കണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനാ കണ്ടത്. അപ്പോൾ ഇത് എവിടുന്നാ വെച്ച് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലാണ്. എന്താ കാര്യം, ഡോക്ടർ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. മനു ബാലചന്ദ്രനും ഒന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്, ചിലപ്പോൾ ബ്ലഡ് വേണ്ടി വരും, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അതറിയില്ല, എന്നാൽ ഞങ്ങൾ നോക്കിയിട്ട് പറയാം, പെട്ടെന്ന് തന്നെ ബ്ലഡ് അറേഞ്ച് ചെയ്യേണ്ടി വരും, പിന്നെ പോലീസിലൊന്ന് ഇൻഫോം ചെയ്യണം, സിസ്റ്റർ ചോദിക്കുന്ന വിവരങ്ങളൊക്കെ ഒന്ന് കൊടുത്തേക്ക് എന്ന് പറയണം ഡോക്ടർ. അപ്പോൾ പോലീസിൽ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനാവും കേട്ടോ ബാലചന്ദ്രനും മനുവിനും. ഇതിപ്പോൾ കേസായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓർത്തിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മനു, എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ നീ എങ്ങനെയാണ് വീണ്ടും തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ രേവതിക്കുട്ടി വിളിച്ചതാണ്, അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അലീന രോഹിത്തിൻ്റെ റൂമിലേക്ക് ജ്യൂസായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു, പിന്നെ തിരിച്ചു വന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതുകൂടി കേട്ടപ്പോൾ ബാലചന്ദ്രൻ ആകെ വല്ലാതാവുകയാണ്. ഇങ്ങനെയൊന്നും രോഹിത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നീട് ഉടനെ തന്നെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ഓ നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ്, പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ മനു നിൻ്റെത് ഓ നെഗറ്റീവ് അല്ലേ ചോദിക്കുമ്പോൾ എൻ്റെത് ഓ നെഗറ്റീവാണ്, പക്ഷേ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ബ്ലഡ് കൊടുത്തത്, അതുകൊണ്ട് എൻ്റെ ബ്ലഡ് എടുക്കുമെന്ന് അറിയത്തില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓ നെഗറ്റീവുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അല്ല വൈജയുടേത് ഓ നെഗറ്റീവാണ്, നമുക്ക് വൈജയെ വിളിച്ച് വരുത്താം. അങ്ങനെ ബാലചന്ദ്രൻ വൈജയെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് വരുത്തണം. അപ്പോൾ എന്താ കാര്യം ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അതൊക്കെ അത്യാവശ്യമായിട്ട് വന്നിട്ട് പറയാം, നിൻ്റെ ബ്ലഡ് വേണം, ഇവിടെ അലീനയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, അലീനയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കാണെന്ന് പറയുമ്പോൾ അലീനയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കാണെന്ന് എന്ത് പറ്റി, എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ കാര്യം എന്താണെന്ന് നീ നിൻ്റെ മകനോട് പോയി ചോദിക്കുക, അവൻ എന്തൊക്കെ കൊള്ളരുതായ്മയാണ് കാണിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്താ ബാലചന്ദ്ര കാര്യം എന്താണെന്ന് പറയാം എന്നൊക്കെ പറയണം. തൽക്കാലം നീ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വാ, നിൻ്റെ ബ്ലഡ് കൊടുക്കണം എന്ന് പറയാം കേട്ടോ. എൻ്റെ ബ്ലഡൊന്നും അങ്ങനെ ഇങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല, അവൾക്ക് എന്തിനാണ് എൻ്റെ ബ്ലഡ് കൊടുക്കുന്നത്, അവൾ എൻ്റെ ആരാണ്, അവളുടെ സെർവൻ്റ് അല്ലേ, അവിടെ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ വിളിച്ചത്, നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പും സെയിം ആണ്, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്, ഇവിടെ മനുവിൻ്റെതും സെയിം ആണ്, പക്ഷേ മനുവിൻ്റെത് കൊടുക്കാൻ പറ്റത്തില്ല, അവന് കഴിഞ്ഞ ദിവസം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് അവരെടുക്കത്തില്ല എന്ന് പറയാണ്. അങ്ങനെ വൈജയന്തിയെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വൈജയന്തി ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പെട്ടെന്ന് നിൻ്റെ ബ്ലഡ് കൊടുക്കണം, ഡോക്ടറെ അടുത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ എന്താ ബാലചന്ദ്രൻ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ബ്ലഡ് കൊടുക്കണ്ട എന്ന് പറയണം വൈജയന്തി. അപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നോട് പറയുന്നത് അനുസരിച്ച് വൈജയ്, ഒരു ജീവനാണ് രക്ഷപ്പെടാൻ പോകുന്നത്, നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, ഒന്നുമില്ലെങ്കിലും 3 നേരം 4 നേരമൊക്കെ തിന്നാനായിട്ട് വെച്ച് വിളമ്പി ഉണ്ടാക്കി തന്നിരുന്ന ഒരു ആളല്ലേ അലീന, ആ ഒരു നന്ദിയെങ്കിലും കാണിക്കുക എന്ന് പറയണം. അപ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റീൻ്റെ മകളാണെങ്കിൽ ആൻറ്റി ഇങ്ങനെ ലാഘവത്തോടെ പെരുമാറുക, പെട്ടെന്ന് ബ്ലഡ് കൊടുക്കത്തില്ലേ, ഒന്ന് സഹകരിക്കുക ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് അവരുടെ നിർബന്ധപ്രകാരം വൈജയന്തി ബ്ലഡ് കൊടുക്കാനായിട്ട് കയറുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അലീന ഇങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നത് കാണുക കേട്ടോ. അത് കണ്ടപ്പോൾ വൈജയന്തിക്ക് എന്തോ ഒരു ഫീല് തോന്നുക കേട്ടോ, അവളിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അത്ര താല്പര്യമില്ലെങ്കിലും അങ്ങനെ ബ്ലഡ് ഡൊനേറ്റ് ചെയ്യുകയാണ്. പിന്നീട് ഹോസ്പിറ്റലുകാർ അറിയിച്ചതനുസരിച്ച് പോലീസ് വരുന്നുണ്ട് കേട്ടോ. പോലീസ് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്, മനുവിനെയും ബാലചന്ദ്രനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, എന്താണ് സംഭവം എന്താണെന്നൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല, ഞാൻ വീട്ടിലേക്ക് ചെന്നതായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് എന്ന് പറയാണ് മനുട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും പറയുന്നില്ല കേട്ടോ. രോഹിത്തും ഹരിയൊന്നും കാരണക്കാരാണ് അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല. ഇനി അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ മനഃപൂർവ്വം കുത്തിയതാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് മനു. എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല, ഞാൻ മുത്തശ്ശിയെ കാണാനായിട്ട് ചെന്നതായിരുന്നു, പക്ഷേ ഇങ്ങനെ അലീനെ രേവതിക്കുട്ടി വിളിച്ച് പറഞ്ഞതും അങ്ങനെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണ്, ഇപ്പോൾ ബോധം വന്നിട്ടില്ല, ബോധം വരുമ്പോൾ സംസാരിക്കാമെന്ന് ഡോക്ടേഴ്സ് പറയണം. അങ്ങനെ അതനുസരിച്ച് പോലീസ് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവും ബാലചന്ദ്രനും ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. കാരണം അലീന ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ട് കിടക്കുന്നത് അവർക്ക് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ രോഹിത്തിനെയും ഹരിയും ഇങ്ങനെ ഒരു കേസിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതും അവർക്ക് വിഷമമുള്ള കാര്യമാണ്. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയതാണ്, പക്ഷേ ഇത് കേസ് കറങ്ങി തിരിയുമ്പോൾ എന്താണെങ്കിലും തെറ്റ് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടണം മംഗള് എന്ന് പറയാം കേട്ടോ മനു. അത് ശരിയാണ് മനു, പക്ഷേ എന്നാലും രോഹിത്തിൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമമുണ്ട്.
അപ്പോൾ മോനെ ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ, ഹരിയാണ് രോഹിത്തിനെ കൂടെ കൊണ്ട് നടന്ന് ചീത്തയാക്കുന്നത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. എനിക്കറിയാം മകളെ ഹരിയാണ് ചീത്തയാക്കുന്നതെന്ന്, പക്ഷേ രോഹിത്തിന് ഇത്തിരി വിവേകമില്ലേ, ചിന്തിച്ചുകൂടെ, അവൻ്റെ കൂടെ ഇങ്ങനെ കുഴപ്പങ്ങളിലേക്കൊന്നും പോവാതിരിക്കാൻ ചിന്തിച്ചുകൂടെ എന്നൊക്കെ പറയുമ്പോൾ അതിനാര് അവനെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വൈജ എൻ്റെ നേരെ തിരിയും. അപ്പോൾ വൈജ അവന് ഫുള്ള് സപ്പോർട്ടായതുകൊണ്ട് അവന് എന്തും ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്നേക്കുകയാണ്. അങ്ങനെയാണ് അവൻ ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയണം ബാലചന്ദ്രൻ. അങ്ങനെ അതേസമയം രേവതിക്കുട്ടിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, മനുവേട്ട എന്താണ് പറ്റിയത്, ചേച്ചി എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിയോട് പേടിക്കണ്ട, ടെൻഷൻ ആവണ്ട, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര പേടിയാവട്ടോ. അയ്യോ എനിക്ക് ചേച്ചിയെ കാണണം, എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട്. ഒന്നും പേടിക്കേണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം ബോധം വീണിട്ടില്ല, വൈജയന്തി ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് എന്നൊക്കെ പറയണം മനു. അപ്പോൾ രേവതിക്കുട്ടി എനിക്ക് ഇപ്പം തന്നെ കാണാം, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ അങ്കിളിനോട് ആൻറ്റിയോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലാണ്. ആൻറ്റി അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട്, എന്ത് പറ്റി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, കാര്യം പറയുമെന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ കരഞ്ഞിട്ട് കാര്യം പറയാൻ പറ്റുന്നില്ല, അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് ചേച്ചിക്ക് എന്നിങ്ങനെ പറയും. ചേച്ചിക്ക് അലീനയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം ഗ്രേസമ്മ. ചേച്ചി ഹോസ്പിറ്റലിലാണ്, ചേച്ചിയുടെ വയറ്റിൽ മുറിവായി, എന്താ പറ്റിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല, മനുച്ചേട്ടനാണ് പറഞ്ഞത്, എനിക്കിപ്പോൾ തന്നെ ചേച്ചിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളം ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മാമച്ചായനാണെങ്കിൽ ബാലചന്ദ്രനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം എന്താ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറയാണ് മാമച്ചായൻ. അപ്പോൾ പെട്ടെന്ന് റെഡി ആവുമൊന്നും വേണ്ട, ഇങ്ങനെ പോയാൽ മതി, എനിക്ക് ചേച്ചിയെ കണ്ടാൽ മതി എന്ന് പറയണം. നീ ഈ ഡ്രസ്സ് മാറി, ഇത് അഴുക്കായ ഡ്രസ്സല്ലേ, നീ വേറൊരു ഡ്രസ്സ് എടുത്തിട്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഗ്രേസമ്മ അവളെ കൊണ്ട് ഡ്രസ്സ് മാറിച്ച് അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതേസമയം നമ്മുടെ വൈജയന്തി അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് വന്നിട്ട് സിസ്റ്റേഴ്സ് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, ഫ്രൂട്ട്സൊക്കെ നല്ലോണം കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ആവശ്യതയുണ്ട്, ബ്ലഡൊക്കെ കൊടുത്തതിൻ്റെ ഒരു ചെറിയൊരു ആവശ്യത. അപ്പോൾ അങ്ങനെ അവളെ റൂമിൽ നിന്ന് അവിടെ ഒരു റൂം മാറ്റിയിട്ടുണ്ട്, റൂമിലേക്ക് മാറ്റിയാണ്. അങ്ങനെ ആ റൂമിൽ ഇരിക്കുന്ന വൈജയന്തിയും ബാലചന്ദ്രനും കൂടെ കേട്ടോ. അപ്പം മനു വന്നിട്ട് പറയുന്നുണ്ട്, അലീനയ്ക്ക് ഇതുവരെ ബോധം വീണില്ലല്ലോ അങ്കിളെ എന്ന് പറയുമ്പോൾ, സാരമില്ല മനു, നീ ടെൻഷൻ ആവില്ല എന്ന് പറയണം. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ മനു, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ടായതൊന്നും പറയാതിരിക്കുന്നതാണ് ആൻറ്റി നല്ലത്, ആൻറ്റിയുടെ മോനും എൻ്റെ അനുജനും രണ്ടും കണക്കാണ്, രണ്ടുപേരും കൂടെ അവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കിയതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അവർക്ക് കിട്ടുന്നത് ഞാൻ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്, അവരെ ഞാൻ നന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നറിയണമെങ്കിൽ അലീനയ്ക്ക് ബോധം വരണം എന്ന് പറയണം മനു. അതെന്താ അലീന പറയുന്നത് മാത്രമാണോ സത്യം, രോഹിത്തിനോടും ഹരിയോടും ചോദിക്കേണ്ട എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എന്താ ഇനി പറയാനുള്ളത്, ഇനി അവർക്കൊന്നും പറയാനില്ല, അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി പോലീസ് കണ്ടെത്തിക്കോളും ബാക്കി എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചത് എന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെയാണ്. മുത്തശ്ശിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, എന്താ സംഭവിച്ചതെന്ന് അറിയാഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഫോൺ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ആ സമയത്ത് മനു വന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് മുത്തശ്ശിയുടെ അടുത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി ആ ഫോൺ എടുത്തിട്ട് മനുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് മനു ഫോൺ എടുക്കുമ്പോൾ മുത്തശ്ശി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എടാ മനു എവിടെയാണ് നീ, അലീന എന്തേ, അവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു കാര്യങ്ങൾ വലിയ ഗൗരവത്തിലല്ലാതെ പറയണം. മുത്തശ്ശി അലീനയ്ക്ക് ചെറിയൊരു തലക്കറക്കം പോലെ, ഞാൻ വന്നപ്പോൾ അവിടെ മയങ്ങി കിടക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാ എന്ന് പറയണേ. മനു നീ എൻ്റെ അടുത്ത് കള്ളം പറയില്ല, എന്താ ഉണ്ടായത് എന്ന് പറയുമെന്ന് പറയുമ്പോൾ, ഒക്കെ ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം മുത്തശ്ശി, പ്രശ്നമൊന്നുമില്ല, മുത്തശ്ശി ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞ് മനു ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അതേസമയം കൃഷ്ണയും ബബിതയൊക്കെ കോളേജ് സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയെ ബാലചന്ദ്രൻ കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലേണ്ട, മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് എത്തണമല്ലോ. അങ്ങനെ അവർ ഒരുമിച്ചാണ് ഏകദേശം ഒരേ സമയത്താണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ബാലചന്ദ്രൻ. മുത്തശ്ശിയാണെങ്കിൽ ഇവിടെ ആരൊക്കെ വന്നു എന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പം ബാലചന്ദ്രൻ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ചെറിയൊരു പ്രശ്നം ഉണ്ടായി അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബബിതയും കൃഷ്ണയും ഒക്കെ അതൊക്കെ അറിഞ്ഞിട്ട് ആകെ ഷോക്കാവുകയാണ്. പിന്നീട് അങ്ങനെ രേവതിക്കുട്ടി ഗ്രേസമ്മയും മാമച്ചാനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കേട്ടോ.
ആ ഭാഗമാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടിയാണെങ്കിൽ കരഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ മനുവിനെ കണ്ട ഉടനെ തന്നെ ഓടി വരികയാണ്. മനുച്ചേട്ടാ എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയ, ചേച്ചി എവിടെയാണ്, എനിക്ക് ചേച്ചിയെ കാണണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ ഇപ്പോൾ ചേച്ചിയെ കാണാൻ പറ്റില്ല മോളെ, അവിടെ ICUയിലേക്ക് ആരെയും കയറ്റി വിടില്ല എന്നൊക്കെ പറയണം. അങ്ങനെ അവിടെ ഒരു സിസ്റ്റർ വരുമ്പോൾ രേവതിക്കുട്ടി തന്നെ പോയി ചോദിച്ചു നോക്കണം, എനിക്ക് എൻ്റെ ചേച്ചിയാണ് അകത്ത് കിടക്കുന്നത്, എനിക്ക് ചേച്ചിയെ കാണണം എന്നൊക്കെ പറയുമ്പോൾ സിസ്റ്റർ പറയേണ്ട ICUയിലേക്ക് കയറാൻ പറ്റില്ല, എനിക്ക് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതി സിസ്റ്റർ, എനിക്ക് പ്ലീസ് എനിക്കൊന്ന് കണ്ടാൽ മതി, എൻ്റെ ചേച്ചിയാണ്, എനിക്ക് ചേച്ചിയില്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കണം. അങ്ങനെ സിസ്റ്റർ ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറോട് ചോദിച്ചിട്ട് രേവതിക്കുട്ടീനെ മാത്രം അകത്തേക്ക് കൊണ്ടുപോവാണ്, കുറച്ച് ദൂരെ മാറി നിന്ന് കാണാനായിട്ട്. അങ്ങനെ അകത്ത് കയറിയിട്ട് രേവതിക്കുട്ടി അലീനയെ കണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഗ്രേസമ്മ അവളിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ മാമച്ചാനൊക്കെ എന്താ പറ്റിയെന്ന് മനുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു വല്ലാണ്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ഇല്ല, അലീനയ്ക്ക് ബോധം വന്നാൽ എല്ലാം അറിയാൻ പറ്റുള്ളൂ അങ്കിളെ എന്ന് പറയുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചെത്തുക കേട്ടോ. അങ്ങനെ മാമച്ചാനെ കാണുമ്പോൾ മനു പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്കിളെ ഇതാണ് രേവതിക്കുട്ടിയുടെ വീട്ടിൽ, ഇവരുടെ വീട്ടിലാണ് രേവതിക്കുട്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാമച്ചാനെയും ഗ്രേസമ്മയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിനക്കെങ്ങനെ അറിയാം മനു? അത് ഞാൻ കുറച്ച് നേരത്തെ ഇവരിവിടെ വന്നല്ലോ, അങ്ങനെ പരിചയപ്പെട്ടതാണ്. പിന്നെ ഞാൻ എറണാകുളത്ത് ചെന്ന സമയത്ത് ഇവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും കൂടി പറയണം മനു. അതെപ്പോഴാണ് നീ മീറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അന്ന് അലീന അവിടെ പോയില്ല, ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ മറൈൻ ഡ്രൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്കിളെ. ആ സമയത്ത് ഞാൻ അലീനയെ വിളിച്ച സമയത്ത് രേവതിക്കുട്ടി എന്നോട് പറഞ്ഞു ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് പോവാണ്, ചേട്ടനും കൂടി അങ്ങോട്ടേക്ക് പോയി, എനിക്ക് ചേട്ടനെ കാണാനാണ് എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ ഞാൻ പോയി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് മനു. ബാലചന്ദ്രൻ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, അവരങ്ങനെ സംസാരിച്ച് പോയതും വന്നതൊന്നും. പക്ഷെ മറ്റുള്ളവർ അറിഞ്ഞാലൊക്കെ അതൊക്കെ വിഷയമാണല്ലോ. അങ്ങനെ എന്താണെങ്കിലും അതേ സമയത്താണ് വീണ്ടും പോലീസ് വരുന്നത് കേട്ടോ. പോലീസ് വന്നിട്ട് അപ്പോൾ ഡോക്ടേഴ്സ് വിളിച്ചിട്ടാണ് വരുന്നത്. അലീനയ്ക്ക് ചെറുതായിട്ട് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീന മയക്കം വിട്ട് ഉണർന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് ഡോക്ടർ വന്നിട്ട്. ആ സമയത്ത് പോലീസും വരുന്നുണ്ട്. അങ്ങനെ ഇവർ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ നിങ്ങൾ കയറരുത്, ആദ്യം ഞങ്ങൾ കയറട്ടെ, ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, അവൾക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഒന്ന് ചോദ്യം ചെയ്യട്ടെ, നിങ്ങളിൽ ഒരാൾക്ക് ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ആരാണ് കൂടെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രനോട് മനു പറയുന്നുണ്ട് അങ്കിള് കയറിക്കോ, കൂടെ കയറിക്കോ എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രനാണ് പോലീസിൻ്റെ ഒക്കെ കൂടെ ചെല്ലുന്നത് കേട്ടോ. പക്ഷേ അവിടെ ചെന്നിട്ട് ബാലചന്ദ്രന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പോലീസ്, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അത് ഞാൻ അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ ഞാൻ തെന്നി വീണതാണ്, ആ സമയത്ത് എനിക്ക് പിടുത്തം കിട്ടിയില്ല, ആ സമയത്ത് എൻ്റെ കയ്യിലൊരു കത്രിക ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ അറിയാതെ ആ കത്രിക എൻ്റെ വയറ്റിൽ കൊണ്ടതാണ് എന്ന് പറയാണ് അലീന. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ എന്തോ ഒരു വിഷമമുണ്ട്, ഒരു ആശ്വാസം അങ്ങനെയൊക്കെ തോന്നുക കേട്ടോ. അലീന അവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവർ കാരണമാണ് തനിക്ക് ഇങ്ങനെ വന്നതെന്ന് അലീന പറയുന്നില്ല. കാരണം രോഹിത് അവളുടെ സ്വന്തം അനുജനാണല്ലോ, അതുകൊണ്ട് രോഹിത്തും കൂടി ഈ കേസിൽ ഉൾപ്പെടുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് അലീന ആ കാര്യങ്ങളൊന്നും സത്യമൊന്നും തുറന്ന് പറയാത്തത് കേട്ടോ. പോലീസ് വന്ന് ചോദ്യം ചെയ്യുമ്പോൾ അലീന ഈ രീതിയിലാണ് പറയുന്നത്, അവരുടെ പേര് പറയുന്നില്ല. അങ്ങനെ പോലീസ് ഇതൊക്കെ എഴുതിയെടുത്തിട്ട് പോലീസ് വീണ്ടും ചോദിക്കുന്നുണ്ട്, താങ്കളെ ആരെങ്കിലും മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, അങ്ങനെയല്ല, ഞാൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ, ഞാൻ ആ സ്റ്റഡി ടേബിളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ എൻ്റെ കാലൊന്ന് സ്ലിപ്പായിപ്പോയി, അവിടെ തറയിൽ വെള്ളം കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ തെന്നിപ്പോയി, അപ്പോൾ ആ അബദ്ധത്തിൽ ഞാൻ വീണ സമയത്ത് ആ കത്രിക വയറ്റിലേക്ക് കുത്തി കയറിയതാണ് എന്ന് തന്നെ അലീന പറയാം കേട്ടോ. അത് കേട്ടിട്ട് പോലീസ് അവളുടെ മൊഴി എടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോയതിന് ശേഷം ബാലചന്ദ്രൻ അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അലീനയും ബാലചന്ദ്രനും നോക്കിയിട്ട് സാരമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അലീനയ്ക്ക് ബാലചന്ദ്രന് ഭയങ്കര വിഷമമാവാണ്. ബാലചന്ദ്രൻ ഒന്നും പറയാതെ അവളുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക കേട്ടോ. അങ്ങനെ പുറത്തേക്ക് എത്തുമ്പോൾ പോലീസ് പോകുന്നുണ്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്താ അലീന പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം കാല് തെന്നിയിട്ട് സ്ലിപ്പായിട്ട് വീണതാണെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അവളുടെ കയ്യിൽ ആ കത്രിക ഉണ്ടായിരുന്നു, അത് വയറ്റിൽ കൊണ്ടു എന്നാണ് അവൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ കള്ളമാണ് ചേച്ചി പറഞ്ഞത്, കള്ളം ചേച്ചി അങ്ങനെയല്ല ചേച്ചിക്ക് ഉണ്ടായത്, ഉറപ്പാണ് ചേച്ചി പോലീസിനോട് കള്ളം പറഞ്ഞതാണെന്ന് പറയട്ടെ രേവതിക്കുട്ടി. എന്താ രേവതിക്കുട്ടി നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി എനിക്കറിയാം ഇങ്ങനെ ഒന്നുമല്ല ചേച്ചി,
ചേച്ചി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനും മനു അങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്. അവർക്കും കാര്യങ്ങൾ അറിയാം. എന്താണെങ്കിലും സാരമില്ല രേവതിക്കുട്ടി, നീ വിഷമിക്കല്ലേ, നമുക്ക് അവൾ രക്ഷപ്പെട്ടല്ലോ, തൽക്കാലം അതുപോലെ നമുക്ക് എന്ന് പറഞ്ഞ് ഗ്രേസമ്മ ആശ്വസിപ്പിക്കുകയാണ് അവരെ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടീനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ സ്റ്റോറിയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.